ഏകദേശം 7 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 14, 2019 ഉത്തർപ്രദേശിലെ ഇട്ടാവയിലെ കത്രബാൽ സിംഗ് നഗറിലെ ഹൗസ് നമ്പർ 103-ൽ 3 പേരായിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. ആ ഒരു വീടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 നിലയുള്ളൊരു വീടായിരുന്നു കേട്ടോ. ആ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിച്ചിരുന്നത് പ്രമോദ് എന്ന് പറയുന്ന 65 വയസ്സുള്ള ഒരാളായിരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ആളുടെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഉണ്ടായിരുന്നത് ആളുടെ മരുമകളായിട്ടുള്ള ദിവ്യയായിരുന്നു. ഈ വീട് ഒരൊറ്റ വീടാണ്, എന്നാലും ഇതിൽ 2 എൻട്രൻസ് ഉണ്ട്. അതായത് ഒരു മരത്തിൻ്റെ ഡോറും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഗ്രിൽ ഗേറ്റും ഉണ്ട്. അപ്പോൾ ആ ഒരു മരത്തിൻ്റെ ഡോറിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലോട്ടുള്ള ആക്സസ് ആണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് കയറിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോണിപ്പടി വഴി ഫസ്റ്റ് ഫ്ലോറിലോട്ടും സെക്കൻഡ് ഫ്ലോറിലോട്ടും കയറാം. എന്നാൽ ഈ ഒരു ഗ്രിൽ ഗേറ്റ് വഴി കയറുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോണി ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ടും സെക്കൻഡ് ഫ്ലോറിലോട്ടും കയറാം. അതേപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ടും നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയായിരുന്നു ആ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രമോദിൻ്റെ ഡെയിലി റൂട്ടീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഏകദേശം 11 മണിയൊക്കെ ആകുമ്പോൾ ജോലിയുടെ ആവശ്യത്തിനായിട്ട് ആൾ പുറത്തോട്ട് പോകും. അതിനുശേഷം ഒരു 2 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ആൾ തിരിച്ചു വരാം. എന്നിട്ട് ആൾ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യും. പിന്നീട് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ആൾ വീണ്ടും പുറത്തോട്ട് പോകും. പിന്നെ ഒരു 8 മണിയൊക്കെ ആകും ആൾ തിരിച്ചു വരുമ്പോൾ. അന്നത്തെ ദിവസവും രാവിലെ 11 മണിക്ക് ആൾ വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് പോവുമായിരുന്നു. അപ്പോൾ ദിവ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദിവ്യ കിച്ചണിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചു. അതിനുശേഷം അന്ന് അവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വയ്യാത്ത അമ്മൂമ്മനെ നോക്കുക എന്നുള്ളതും അവരുടെ ഡ്യൂട്ടി ആയിരുന്നു. എന്നാലും എന്താ പറയുക, അമ്മൂമ്മ റെസ്റ്റ് എടുക്കുകയാണ്, അപ്പോൾ അവരും റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2 മണിക്ക് ഈ പ്രമോദ് തിരിച്ചു വരുന്നത്. ആളങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് കയറി ആൾ ദിവ്യയെ വിളിച്ചു നോക്കുകയാണ്. എന്നാൽ ദിവ്യയുടെ യാതൊരു റെസ്പോൺസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദിവ്യ റെസ്റ്റ് എടുക്കായിരിക്കും, ഒന്നില്ല തന്നെ കിടന്നുറങ്ങിയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ആൾ നേരെ ആളുടെ റൂമിലോട്ട് പോയിട്ട് ഫ്രഷപ്പ് ചെയ്തു കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ ആൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. എന്തോ തട്ടി വീഴുന്നത് പോലെയോ പാദസരത്തിൻ്റെ പോലെ എന്തൊക്കെയോ ഒരു സൗണ്ടായിരുന്നു അത്. അപ്പോൾ ആൾ ഞെട്ടി എഴുന്നേറ്റു. ഇനിയിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നോ, അവരെന്തെങ്കിലും വീണോ, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരുന്നു ആൾ എഴുന്നേറ്റത്. ആൾ ഉടനെ തന്നെ എഴുന്നേറ്റ ഉടനെ ദിവ്യയെ വിളിച്ചു. ദിവ്യയെ വിളിച്ചപ്പോൾ ദിവ്യയുടെ റെസ്പോൺസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ദിവ്യയുടെ ഫോണിലോട്ട് ആൾ ഡയൽ ചെയ്യാണ്. എന്നാലും കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആൾ നോക്കുമ്പോഴാണ് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം ആളുടെ ശ്രദ്ധയിൽ പെടുന്നത്. ആ 2 ഡോറുകളിൽ, അതായത് വീട്ടിലോട്ട് കയറുന്ന 2 ഡോറുകളിൽ ഒരു ഡോറ് ഓപ്പൺ ആയിട്ട് കിടക്കുകയായിരുന്നു. അല്ല, ഇതിപ്പോൾ ദിവ്യ പുറത്തോട്ടെങ്ങാനും പോയാണോ, അങ്ങനെ അവർ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പോയതാണോ എന്നുള്ളൊരു ഡൗട്ട് ആൾക്കുണ്ടായിരുന്നു. എന്താണെന്നുണ്ടെങ്കിലും നോക്കാൻ തന്നെ ആൾ തീരുമാനിച്ചു കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി പോവുകയാണ്. അവിടെ ആളുടെ അമ്മ കിടക്കുന്നുണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ദിവ്യയെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല. ദിവ്യ പുറത്ത് പോകാന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആൾ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് എത്തി. അതിനുശേഷം ഡോറും കാര്യങ്ങളും നോക്ക് ചെയ്തു. എന്നാൽ കുറേ നേരം നോക്ക് ചെയ്തിട്ടും യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആൾ ആ ഒരു ഫ്ലോറിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. ആൾ വീണ്ടും വീണ്ടും ദിവ്യയുടെ പേര് ഉറക്കെ വിളിച്ചു, എന്നാലും റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഇനി വല്ല കുളിക്കാനെങ്ങാനും കയറിയോ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആൾ നേരെ ദിവ്യയുടെ ബെഡ്റൂമിലോട്ട് എത്തുകയാണ്. അങ്ങനെ ആ ഒരു റൂമിൻ്റെ ഡോറ് തുറന്നപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു ആൾ കണ്ടത്. അതായത് അവിടെ ഒരു ചെടിച്ചട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫുള്ള് കാര്യങ്ങളൊക്കെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദിവ്യയാണെന്നുണ്ടെങ്കിൽ നിലത്ത് വീണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് ആൾ ആകെപ്പാടെ ഷോക്കാവാണ്. ആൾ അലറി വിളിക്കാൻ തുടങ്ങി. നേരെ തന്നെ താഴത്തോട്ട് ഓടി വന്നെങ്കിൽ നൈബേഴ്സിനെയും മറ്റൊക്കെ വിവരം അറിയിക്കുകയാണ്. വിവരം അറിഞ്ഞാൽ എല്ലാവരും തന്നെ ആ ഒരു വീടിൻ്റെ അകത്തോട്ട് ഓടി കയറുകയാണ്. അതിൽ ചിലർ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഉടനെ തന്നെ പോലീസ് ടീം ആ ഒരു സ്ഥലത്തോട്ടെത്തി. അവരെത്തി നോക്കിയപ്പോൾ ദിവ്യ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അവരെ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും അവർ നോക്കി. എന്നാൽ ദൗർഭാഗ്യവശാൽ അവർ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നതിന് മുൻപ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ആരാണ് ആ ഒരു വീട്ടിലോട്ട് കയറിയിട്ട് ദിവ്യയെ കൊലപ്പെടുത്തിയത്? ഇനിയിപ്പോൾ ഈ പ്രമോദ് തന്നെ ദിവ്യയെ ഭയപ്പെടുത്തിയിട്ട് ഡ്രാമ കളിച്ചതാണോ? എന്താണ് അന്നത്തെ ദിവസം അവരെ വീട്ടിൽ നടന്നത്? പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ കേസ് എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ്. ആ ഏരിയയിലത്തെ SP ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ക്രൈം സീനും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാണ്. അതേപോലെ തന്നെ ആ ഒരു ക്രൈം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടീമുകൾ ഫോം ചെയ്യുകയും ചെയ്തു. പോലീസിൻ്റെ ഒരു ആദ്യത്തെ നിഗമനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വല്ല കള്ളന്മാരും കയറിയിട്ട് ആ ഒരു സ്ത്രീയെ അപായപ്പെടുത്തിയതായിരിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ പ്രമോദ് ആ വീട്ടിലത്തെ സേഫുകളും ബാക്കിയുള്ള എല്ലാം പരിശോധിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നെ ആ ഒരു ക്രൈം സീനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പൊളിഞ്ഞ ചെടിച്ചട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ തല പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ചെടിച്ചട്ടി വെച്ചിട്ട് തലക്കടിച്ചിട്ടാണ് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്.
അതേപോലെ തന്നെ വേറെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യവും പോലീസിൻ്റെ അടുത്ത് പ്രമോദ് പറയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ആൾ വരുന്ന സമയത്ത് 2 ഡോറും ക്ലോസ്ഡ് ആയിരുന്നെന്നും ആളകത്ത് കയറിയതിന് ശേഷം പിന്നീട് എന്തോ സൗണ്ട് കേട്ടിങ്ങേര് നോക്കുമ്പോൾ അതിലൊരു ഡോർ ഓപ്പൺ ആയിരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു അത്. അതേപോലെ തന്നെ പ്രമോദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവ്യ അത്യാവശ്യം സ്മാർട്ടായിട്ട് നല്ല ബോധമുള്ള കൂട്ടത്തിലാണ്. അതായത് അറിയാത്തൊരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡോ അമ്മായച്ചനോ ഇല്ലാത്തൊരു ടൈമിൽ അവർ വീടിൻ്റെ അകത്തോട്ട് കയറ്റില്ല. ഗേറ്റിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞയക്കും. അപ്പോൾ അവർക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം ആ ഒരു വീട്ടിലോട്ട് കയറിയിട്ടുണ്ടാവുക. പോലീസിന് അത് ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളും മറ്റൊക്കെ അവരുടെ ആ ഒരു റൂം പരിശോധിച്ചപ്പോൾ കിട്ടുകയാണ്. കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 2 കാപ്പിയുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇവർക്ക് അറിയാവുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, സ്വാഭാവികമായിട്ടും കാപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക. മേ ബി അറിയുന്ന ആരെങ്കിലും മോഷ്ടിക്കാൻ തന്നെ ആയിരിക്കാം അങ്ങോട്ട് കയറിയിട്ടുണ്ടാവുക. ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് ശേഷം മോഷ്ടിക്കാമെന്നായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക. എന്നാൽ അതിനിടയിലായിരിക്കാം ഈ ഒരു പ്രമോദ് വന്നിട്ടുണ്ടാവുക. ആ ഒരു ടൈമിൽ പ്രമോദ് റെസ്റ്റ് എടുക്കുന്ന ഗ്യാപ്പിൽ ഇവരിറങ്ങി മുങ്ങിയിട്ടുണ്ടാവും. മോഷ്ടിക്കാനുള്ള ഒരു ഗ്യാപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ കൊല്ലണം എന്നുള്ള ഒരു സോൾ പർപ്പസോട് കൂടിയിട്ട് വന്ന ആരെങ്കിലും തന്നെ ആയിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ ദേഹത്ത് 7ഓളം വൂണ്ടുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർ സ്ട്രഗിൾ ചെയ്തതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തലയിൽ വലിയൊരു പാടുണ്ടായിരുന്നു. അതായത് ആ ഒരു ചെടിച്ചട്ടി കൊണ്ട് അടിച്ചതിൻ്റെ ആ മുറിവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ ബ്ലഡ് ലോസ് കൊണ്ടായിരുന്നു ഇവർ മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമോദ് വന്ന ആ ഒരു സമയത്ത് തന്നെ ദിവ്യയുടെ മുറിയിൽ പോയിട്ട് ദിവ്യയെ ആ ഒരു സ്റ്റേറ്റിൽ കണ്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ അവർക്ക് ജീവൻ ഒരു പക്ഷേ തിരിച്ചു കിട്ടിയെന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഇതേപോലെ തന്നെ വീട്ടിലോട്ട് വന്നു, ദിവ്യയെ വിളിച്ചു നോക്കി. അപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചെങ്കിൽ ആൾ പിന്നെ ശല്യപ്പെടുത്താനായിട്ട് പോയില്ല. അതിനിപ്പോൾ ആരും കുറ്റം പറയാനൊന്നും പറ്റില്ല. ആൾ വീട്ടിലോട്ട് വന്നിങ്ങനെ ദിവ്യ ഒരു പ്രാവശ്യം വിളിച്ചു. പിന്നെ ആൾക്ക് പ്രത്യേകിച്ച് ദിവ്യയെ കൊണ്ട് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആൾ അത് വിട്ടു. പിന്നെ ആൾ റെസ്റ്റ് എടുത്തെങ്കിൽ പിന്നെ സമാധാനത്തിൽ ദിവ്യയെ വിളിക്കാമെന്ന് വിചാരിച്ചു. അവർ റെസ്റ്റ് എടുക്കുക, കുളിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ബിസിയാണെന്നുണ്ടെങ്കിൽ ശല്യം ചെയ്യേണ്ടെന്ന് ആൾ വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോഡി വീട്ടുകാർക്ക് വിട്ടു നൽകുകയാണ്. അതിനോടകം തന്നെ ഈ ഒരു വിവരം അറിഞ്ഞു ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള അജിത്തും അതേപോലെ തന്നെ ദിവ്യയുടെ ഫാമിലി മെമ്പേഴ്സും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അജിത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ നോയിഡയിൽ ഒരു TV ന്യൂസ് ചാനലിൽ ആങ്കറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ പോലീസിന് ആദ്യം തന്നെ ഉണ്ടായിരുന്ന സംശയം ഈ ഒരു പ്രമോദിൻ്റെ മേലായിരുന്നു. അയാൾ ദിവ്യ ഭയപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഡ്രാമ കളിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറൊരു സംശയം പോലീസിന് ഉണ്ടായിരുന്നത് ഇവരുടെ വല്ല ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തതെന്നുള്ളതായിരുന്നു. അതും അത്രത്തോളം നല്ല അടുത്തറിയാവുന്ന, അതേപോലെ തന്നെ ഇവരുടെ കല്യാണത്തിന് വരാത്ത ആരെങ്കിലും ആയിരിക്കും എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പോലീസിന് തോന്നിയൊരു കാര്യമായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൈം സീനിൽ നിന്ന് ഇവരുടെ കല്യാണ ആൽബം പോലീസിന് ലഭിക്കുകയാണ്. ഇത്തിരി കീറിയ നിലയിലായിരുന്നു ആ ഒരു കല്യാണ ആൽബം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ കല്യാണത്തിന് വരാൻ പറ്റാത്ത വല്ല ബന്ധുക്കളോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഫ്രണ്ട്സോ എങ്ങാനും വന്നതിന് ശേഷം ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ റീസെൻറ്റ് ടൈംസിൽ പരിചയപ്പെട്ട, അതായത് ഇവരുടെ വിവാഹത്തിന് ശേഷം പരിചയപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം ആ ഒരു വീട്ടിലോട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ഇങ്ങനെ വിവാഹത്തിൻ്റെ ആൽബവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ നൈബേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ആരെങ്കിലും അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ചോദ്യം, അതായത് സസ്പീഷ്യസ് ആയിട്ടുള്ള നിലയിൽ. എന്നാൽ അങ്ങനെയുള്ള ആരെയും തന്നെ അവർ ആ ഒരു സമയത്ത് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു സ്ട്രീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ കൂടെ മാത്രമേ എൻട്രി ഉള്ളൂ, ബാക്കി അപ്പുറത്ത് എൻഡ് ഡെഡ് എൻഡാണ്. അതായത് ഒരു വശത്ത് കൂടെ മാത്രം പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു ഏരിയയിൽ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ആ ഒരു സ്ട്രീറ്റിൽ CCTV ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചുറ്റുവട്ടത്തുള്ള CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് എന്താ പറയുക, തെളിവുകളൊന്നും അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പോലീസുകാർ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്രമോദിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഒരു സ്കൂൾ ഹെഡ് മാഷായിട്ട് റിട്ടയർഡ് ആയ ആളായിരുന്നു. ആളുടെ വൈഫിൻ്റെ പേര് സുധ എന്നായിരുന്നു. ഈ ദമ്പതികൾക്ക് ടോട്ടലായിട്ട് 3 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും താഴത്തെ പയ്യനായിരുന്നു അജിത്ത്. അജിത്തിൻ്റെ ഭാര്യയാണ് ഈ മരിച്ച ദിവ്യ. അപ്പോൾ സുധയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫരീദാബാദിലുള്ള മകൻ്റെ വീട്ടിലോട്ട് അവർ പോയിരിക്കുകയായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത്. അപ്പോൾ സാധാരണഗതിയിൽ പ്രമോദും ആളുടെ ഭാര്യയായിട്ടുള്ള സുധയും പിന്നെ ആളുടെ അമ്മയായിരുന്നു ആ ഒരു വീട്ടിൽ ഉണ്ടാവാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി തൻ്റെ മകനെ കാണാനായിട്ട് സുധ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രമോദ് മാനേജ് ചെയ്തു അമ്മയെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം ആൾക്ക് പുറത്തു പോകാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, വേറെ കുറച്ച് ജോലിയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ആൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോൾ ആളുടെ ഇളയ മരുമകളായിട്ടുള്ള ദിവ്യയെ വിളിച്ചിങ്ങനെ റിക്വസ്റ്റ് ചെയ്യായിരുന്നു, നീ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ നോക്കുമോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വലിയൊരു സഹായമായിരിക്കും,
അമ്മനെ നോക്കാനായിട്ട് ഇപ്പോൾ ആരുമില്ല, എനിക്ക് പുറത്തൊക്കെ പോകേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു റിക്വസ്റ്റ് ആൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോയിഡയിൽ നിന്ന് 100-300 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് അവർ അങ്ങോട്ട് എത്തിയത്. ഒക്ടോബർ 9 കേട്ടോ ദിവ്യ അങ്ങോട്ട് എത്തിയത്. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അടുത്തതായിട്ട് പോലീസുകാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവ്യയുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയായിരുന്നു. സസ്പീഷ്യസ് ആയിട്ടുള്ള രീതിയിൽ വല്ല ഫോൺ കോൾസോ കാര്യങ്ങളോ വരവോ പോക്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നോക്കിയപ്പോൾ അത്തരത്തിലുള്ള ഒന്നും തന്നെ അവരുടെ ഫോൺ ഡീറ്റെയിൽസിൽ ഉണ്ടായിരുന്നില്ല. അതായത് അന്നത്തെ ദിവസം അവർ ആകെപ്പാടെ വിളിച്ചിരുന്നത് 3 പേരായിരുന്നു. അതിൽ ഒരാൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള അജിത്തായിരുന്നു. രണ്ടാമത്തത് അവരുടെ ഫാദർ ഇൻ ലോ ആയിട്ടുള്ള ഈ പ്രമോദായിരുന്നു. ലാസ്റ്റ് കോൾ വന്നത് പ്രമോദിൻ്റെ ആയിരുന്നു കേട്ടോ. അത് റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യം പറഞ്ഞില്ല ആൾ ഫോണിൽ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അജിത്ത് അന്നത്തെ ദിവസം ഒരു 3-4 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മദർ ഇൻ ലോ ആയിട്ടുള്ള സുധയായിരുന്നു. എന്നാൽ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു പാറ്റേൺ പോലീസുകാർ ശ്രദ്ധിക്കുകയാണ്. അത് വേറൊന്നും ആയിരുന്നില്ല, അജിത്തിൻ്റെ കോൾസ് തന്നെയായിരുന്നു. സാധാരണഗതിയിൽ തൻ്റെ വൈഫിനെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരാളല്ല അജിത്ത്. അന്നത്തെ ദിവസം മാത്രം ഏകദേശം ഒരു 1-1.5 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു 3 തവണ തൻ്റെ വൈഫിനെ ആൾ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അജിത്താണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് പോലീസിനൊരു സംശയം തോന്നുകയാണ്. അങ്ങനെ ആളുടെ കോൾ ഡീറ്റെയിൽസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ആൾ ഇതേപോലെ തന്നെ കുറേ നമ്പറുകളിലോട്ട് വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും പോലീസിന് 1-2 നമ്പറിൽ ഒരു സംശയം തോന്നുകയാണ്. അതിൽ ഒരു നമ്പറിലോട്ട് ആൾ കഴിഞ്ഞ കുറച്ച് ദിവസം മാത്രമേ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേറൊരു നമ്പറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 8 മാസങ്ങളായിട്ട്, അതായത് ഒരു 8-9 മാസങ്ങളായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ട്, കുറേ നേരം സംസാരിക്കുന്നുമുണ്ട്. അടുത്തതായിട്ട് പോലീസുകാർ അങ്ങനെ അജിത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് നേരെ മഫ്തിയിൽ ആളുടെ ഓഫീസിലോട്ട് എത്തുകയാണ്. അപ്പോഴാണ് വേറൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അജിത്ത് ആ ഒരു ഓഫീസിൽ നിന്ന് സെപ്റ്റംബർ 30 റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒക്ടോബർ 14 ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഒരു 10-14 ദിവസങ്ങൾക്ക് മുൻപ് ആൾ റിസൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വിവരം ആളുടെ പാരൻസിൻ്റെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ആൾ മറച്ചു വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതിലെന്തൊക്കെയോ ഒരു പന്തികേടുണ്ടല്ലോ എന്നുള്ളത് ആൾക്ക് തോന്നുക, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നുകയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഫീസിൽ നിന്ന് ഈ സെയിം ആയിട്ടുള്ള ടൈം പീരീഡിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും റിസൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് വേറൊരു കാര്യം പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ നിന്ന് അയാൾ റിസൈൻ ചെയ്യുന്നതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വേറൊരു സ്ത്രീ കൂടെ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാവന എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അപ്പോൾ ഭാവനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആങ്കേഴ്സിനും മറ്റുമൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കൂലേ, അവർ ജസ്റ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കയറുന്നതിന് മുൻപ് ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ 8-9 മാസങ്ങളായിട്ട് ഇയാൾ സ്ഥിരമായിട്ട് ഒരു നമ്പറിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഇത് വേറെ ആരുടെയും നമ്പർ ആയിരുന്നില്ല, ഈ ഭാവനയുടെ നമ്പർ തന്നെയായിരുന്നു. സോ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് പോലീസിന് അതിനോടകം തന്നെ തീർച്ചയാവുകയാണ്. അതേപോലെ തന്നെ വേറൊരു നമ്പർ പോലീസിനെതിരെ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ തോന്നിയെന്ന് പറഞ്ഞില്ലേ, ആ നമ്പറിൻ്റെ മുതലാളിയുടെ പേര് അഖിൽ എന്നായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആ നമ്പർ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടായിരുന്നു അഖിൽ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു സിം എടുത്തിട്ടുണ്ടായിരുന്നത്. ആ അഖിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അജിത്തിൻ്റെയും ഭാവനയുടെയും കൂടി ആ ഒരു ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫായിരുന്നു. യെസ്, ഇവരുടെ നല്ലൊരു ഫ്രണ്ട് കൂടിയായിരുന്നു ഈ ഒരു അഖില്. അങ്ങനെ അഖിലിൻ്റെ ഫോൺ നമ്പറുകൾ അന്നത്തെ ദിവസം എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതായി പോലീസിൻ്റെ അടുത്ത ചിന്ത. അങ്ങനെ പോലീസുകാർ അത് പരിശോധിച്ചപ്പോൾ ഇല്ല, അതെവിടേക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അഖിലിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നാൽ വേറെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ കുറച്ച് നേരം ആളുടെ ഫോൺ ആക്റ്റീവ് ആയിരുന്നു, പിന്നെ ഫോൺ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ആളുടെ ഫോൺ ഓൺ ആവുന്നത്. അതായത് ഈ ഒരു ക്രൈം നടക്കുന്ന സമയങ്ങളിലൊക്കെ ഇയാൾ ട്രാവൽ ചെയ്യാനുള്ള ടൈം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സമയമൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെ ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് പോയതായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആൾ കൊണ്ടുപോയിട്ടുണ്ടാവാം. എന്താണെന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ആ ഒരു ക്രൈം നടക്കുന്ന ആ ഒരു സമയത്ത്. അങ്ങനെ പോലീസുകാർ അജിത്തിൻ്റെയും ഭാവനയുടെയും ഫോൺ ഡീറ്റെയിൽസ് കൂടെ പരിശോധിക്കുകയാണ്. അന്നത്തെ ദിവസം അവർ രണ്ടുപേരും കാൺപൂർ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവർ പോലീസിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം കാൺപൂർ പോയത്. അതേപോലെ തന്നെ അഖിലായിരിക്കാം ഈ ഒരു ക്രൈം നടത്തിയതെന്നുള്ള ഒരു അസംഷനിലോട്ടൊക്കെ പോലീസുകാർ എത്തുകയാണ്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇവരെ 3 പേരെയും പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നത്. 2015 അജിത്തിൻ്റെയും ദിവ്യയുടെയും വിവാഹം കഴിയുന്നത്. ആ ഒരു വിവാഹത്തിൻ്റെ മുന്നേ ആള് ഫരീദാബാദിൽ ചേട്ടൻ്റെ ഫ്ലാറ്റിലൊക്കെ ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം നോയിഡയിൽ ആള് വേറൊരു ഫ്ലാറ്റ് സെറ്റാക്കായിരുന്നു. അതിനുശേഷം തൻ്റെ വൈഫിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞുള്ള ആദ്യ കാലങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അതായത് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, വളരെ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ഇവരുടെ ലൈഫും കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്.
എന്നാൽ ഒരു 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുകയാണ്. അതിന് മെയിനായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു അജിത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവർ ഫാമിലി ഫംഗ്ഷൻസിനും മറ്റുമൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കുട്ടികളായില്ലേ എന്നുള്ളത്. അപ്പോൾ ഇവർ ട്രൈ ചെയ്തിട്ടും ഇവർക്ക് കുട്ടികളാവുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ചോദ്യം എല്ലാ വശത്തുനിന്നും വന്നപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇവർ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ട്രീറ്റ്മെൻ്റ് ഒന്നും വർക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആൾക്ക് വൈഫിൻ്റെ അടുത്തുനിന്ന് എന്താ പറയുക, ഒരു അകൽച്ച ഫീൽ ചെയ്യാണ്. പിന്നെ ആൾ പതിയെ പതിയെ വൈഫിൻ്റെ അടുത്തുനിന്ന് അകലാനായിട്ട് തുടങ്ങി. അത് എന്താ പറയുക, വൈഫ് ചോദിക്കുകയാണ് ഇയാളുടെ അടുത്ത്, എന്താണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പഴയ പോലെ സംസാരിക്കാത്തത്, പഴയ പോലെ ഒന്നും പെരുമാറാത്തത്, പഴയ പോലെ നമ്മൾ പുറത്തൊന്നും പോകാത്ത എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ അതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു മാറായിരുന്നു. അങ്ങനെ ഇതൊന്നും താങ്ങാൻ പറ്റാതെ വല്ലാത്തൊരു വിഷമത്തിലിരിക്കുന്ന സമയത്താണ് അഖിലിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ദിവ്യ പറയുന്നത്. അഖിലും അജിത്തും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അതേപോലെ തന്നെ ഇയാളുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടായിരുന്നു മറ്റാൾ താമസിച്ചിരുന്നത്. ഇവരിടക്കിടക്ക് കാണുന്ന ആളുകളായിരുന്നു. സോ നന്നായിട്ട് അറിയുന്ന ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെയാണ് തൻ്റെ ഒരു ചേട്ടൻ എന്നുള്ള നിലക്ക് അഖിലിൻ്റെ അടുത്ത് അജിത്തിൻ്റെ വൈഫ് ഈ വിഷമങ്ങളെല്ലാം തന്നെ പറയുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. ആളെൻ്റെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ട് അകലാണ്, എന്താണ് സംഭവിച്ചതെന്നുള്ളതൊന്നും എനിക്കറിയില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനൊരു വഴി പറഞ്ഞതാ, എങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളൊരു വഴി പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ് അയാളെ കരഞ്ഞ് കാല് പിടിച്ച സമയത്ത് അഖിലെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവരുടെ അടുത്ത് പറയണം. അയാൾ പറഞ്ഞ കുറച്ച് സത്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 7-8 മാസമായിട്ട് അവരുടെ ഓഫീസിലത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാവന എന്ന് പറയുന്നൊരു പെൺകുട്ടിയുമായിട്ട് അജിത്തിന് എന്തൊക്കെയോ ഒരു അഫെയർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവർ ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കറങ്ങാൻ പോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഈ ഒരു ഇഷ്യൂ വന്നത് എന്നുള്ളത് ഈ ഒരു അഖിലാണ് ദിവ്യയുടെ അടുത്ത് പറയുന്നത്. ഇതിൻ്റെ പേരിൽ പിന്നീട് ദിവ്യയും അതേപോലെ തന്നെ അജിത്തും തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. അങ്ങനെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു ദിവ്യ തീർത്തു പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണോ, ഇവിടെ ഞാനില്ലേ, ഇനിയിപ്പോൾ വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മോശമല്ലേ, നമ്മളെ കുടുംബത്തിൻ്റെ പേര് കളയണോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ലാസ്റ്റ് അജിത്ത് ഓക്കെ ഇനിയിപ്പോൾ ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു രീതിയിൽ സത്യം ചെയ്യാണ്. അങ്ങനെ ആ ഒരു ഇതവിടെ കഴിഞ്ഞു എന്നാണ് ദിവ്യ വിചാരിച്ചത്. അതായത് തൻ്റെ ഹസ്ബൻഡ് നന്നായി എന്നാണ് ദിവ്യ വിചാരിച്ചത്. എന്നാൽ അയാൾ ദിവ്യയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിട്ട് ഭാവനയുടെ അടുത്ത് വേറൊരു രീതിയിൽ തന്നെയായിരുന്നു ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ പിന്നെ വേറൊരു ഇഷ്യൂ സംഭവിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഈ ദിവ്യ തൻ്റെ ഹസ്ബൻഡിനെ കോൾ ചെയ്യാണ്. എന്നാൽ കോൾ എടുത്തത് ഭാവനയായിരുന്നു. അപ്പോൾ ഭാവനയുടെ സൗണ്ട് കിട്ടിയിട്ട് ഒരു ആകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തി. ഇവർ ഭാവനയുടെ അടുത്ത് തർക്കിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഫോണിലൂടെ അടിയായി. അതായത് ഭാവനയും അതേപോലെ തന്നെ ദിവ്യയും തമ്മിൽ ഭയങ്കര അടിയായി. ഭാര്യയും കാമുകിയും സ്വാഭാവികമായിട്ട് അടിയാവുമല്ലോ. അപ്പോൾ ആ ഒരു അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അജിത്ത് വീട്ടിൽ വന്നിങ്ങായിട്ട് ദിവ്യയുടെ അടുത്ത് ചൂടാവാണ്ടായത്. നീ എന്തിനാണ് ഭാവനയുടെ അടുത്ത് അങ്ങനെ സംസാരിച്ചത്, എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞായിട്ട് ആ കലമ്പായി ഇവർ തമ്മിൽ വല്ലാത്ത പ്രശ്നത്തിലായി. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ദിവ്യ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഈ പറഞ്ഞ പോലെ തന്നെ പ്രമോദ് വിളിക്കുന്നത്, ആൾക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ആളുടെ വൈഫ് ഇതേപോലെ തന്നെ പോയേക്കാണ്, അപ്പോൾ കുറച്ച് ദിവസം നിനക്ക് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റുമോ, എൻ്റെ അമ്മനെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ ആകെപ്പാടെ വല്ലാത്തൊരു പ്രശ്നത്തിൽ നിൽക്കായിരുന്ന ദിവ്യ എന്തായാലും അങ്ങോട്ട് പോയി കുറച്ച് ദിവസം നിൽക്കുക, അപ്പോൾ ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് വിചാരിച്ചെങ്കിട്ടായിരുന്നു നേരെ തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ട് എത്തിയത്. എന്നാൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഒരു അജിത്ത് കണക്കാക്കുകയായിരുന്നു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഈ ഒരു ഫോൺ കോളിന് ശേഷം ഭാവന തീർത്ത് അജിത്തിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഒന്നില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യ, രണ്ടും കൂടെ ഒരുമിച്ച് നടക്കൂല, എനിക്ക് എന്തായാലും ഒരു ഉത്തരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അജിത്ത് തീർത്ത് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യനെ വേണ്ട, നിന്നെ മതി എന്നുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയും ആ ഭാര്യനെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഭാര്യനെ കൊല്ലാം എന്നുള്ളൊരു പ്ലാനിലോട്ട് എത്തുന്നത്. ഡിവോഴ്സ് ചെയ്യുക, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളെ ഒഴിവാക്കുക, സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുക, ഇത്രയും ഓപ്ഷനൊക്കെ അവരുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ചൂസ് ചെയ്യാതെ കൊല്ലാം എന്നുള്ളൊരു ഓപ്ഷനിലോട്ടാണ് അവരെത്തിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരാളുടെ ഹെൽപ്പ് തേടണമല്ലോ. അങ്ങനെയാണ് ഈ ഒരു അഖിലിന് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അജിത്തും അഖിലും ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നേരെ മദ്യപിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാണ്. ആദ്യം ആളൊന്ന് ഒപ്പോസ് ചെയ്തു എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കൊടുക്കാം, ആൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് അതിന് ആൾ ഓക്കെ പറയുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആൾ വേറൊരു പുതിയ സിം എടുത്തിട്ടുണ്ടായിരുന്നത്. 2 സിം എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അതിൽ ഒരു സിം ഇയാളായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് അജിത്തായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു സിം അഖിലുമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത ദിവസം വന്നെത്തി ഒക്ടോബർ 14. അന്നത്തെ ദിവസം അഖിൽ ലീവ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ തന്നെ അജിത്തിൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ്. ഇയാൾക്കറിയായിരുന്നു വീട്ടിൽ ദിവ്യയും
അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള അമ്മാമ്മയെ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എന്നാൽ ദിവ്യ ഈ പറഞ്ഞ പോലെ തന്നെ കോളിംഗ് ബെല്ല് അടിച്ചത് കേട്ടെങ്കിൽ ഡോറ് തുറന്നപ്പോൾ അഖിലിനെ കണ്ട ആകപ്പാടെ സർപ്രൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചാണ്, നീ ഇവിടെ അല്ലേ ഉള്ളത് എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ ഇതേപോലെ തന്നെ വീടിൻ്റെ അകത്തോട്ട് കയറി. അങ്ങനെ അവർ മുകളിലത്തെ നിലയിലോട്ട് പോയി. അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ആൾക്കൊരു കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂവിനെ കുറിച്ചും അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ തന്നെയായിരുന്നു ദിവ്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ എത്ര ഹാപ്പി ആയിരുന്നെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് അഖിലിനെ കാണിക്കുന്നുണ്ടായിരുന്നത്. ഇവരുടെ കല്യാണ ആൽബം, ബാക്കിയുള്ള ഫോട്ടോസ് ഇതെല്ലാം അയാളെ കാണിച്ചും കഴിഞ്ഞിട്ട് അവരിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരങ്ങോട്ട് മാറിയ സമയത്ത് ഇവർ അഖിലിനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. ആ ഒരു സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടി എടുത്തും കഴിഞ്ഞിട്ട് ഇവരുടെ തലയിലടിച്ച് അവരെ കൊലപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ തലക്കടിയായിട്ട് ഇങ്ങേറ്റ് അവർ നിലത്ത് വീണു. ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിടിയും വലിയ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇവരുടെ ദേഹത്ത് 7ഓളം പാടുകളും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ബ്ലഡ് ലോസ് ആയിട്ട് ഇവരുടെ ബോധം പോവായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതിന് ശേഷം ഇയാൾ എസ്കേപ്പ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് പ്രമോദ് നേരെ കയറി വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഡോറ് തുറന്ന വിവരം ആ ഒരു സൗണ്ടും കാര്യങ്ങളും കേട്ടു. ആൾ അലേർട്ടായി. എങ്ങനെ പുറത്ത് ചാടും, എപ്പോൾ പുറത്ത് ചാടും എന്നുള്ള ആ ഒരു ടൈം നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും പ്രമോദ് മുകളിലോട്ട് കയറി വരുന്നില്ല. ആൾ നേരെ തന്നെ തൻ്റെ റൂമിലോട്ട് പോയി റെസ്റ്റ് എടുക്കുകയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തീരെ സൗണ്ട് ഉണ്ടാക്കാതെ ആയിരുന്നു ആൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഡോറ് തുറന്ന് പോയത്. എന്നാൽ ഡോറ് തുറന്ന് പോകുന്ന ആ ഒരു സൗണ്ടും അവിടെ എന്താ പറയുക, ആ ഒരു ധൃതിയുടെ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടാണ് പിന്നെ പ്രമോദ് എഴുന്നേറ്റ് ഇതേപോലെ തന്നെ തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാണോ അല്ലാന്നുണ്ടെങ്കിൽ ദിവ്യ പുറത്ത് പോയതാണോ എന്താണ് സംഭവം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആൾ എന്താ പറയുക റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതും പിന്നീട് മുകളിലോട്ട് പോയപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം തന്നെ കാണുന്നതും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നതും പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതും അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ അപ്പോൾ അജിത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തനിക്കും ഈ ഒരു കൊലപാതകത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു ആൾ കോടതിയിൽ പറഞ്ഞത്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ആൾ കാൺപൂരായിരുന്നെന്നും ഇത് അഖിലും മാത്രം പ്ലാൻ ചെയ്തൊരു കാര്യമാണെന്നും തൻ്റെ വൈഫായിട്ടുള്ള ദിവ്യയും അഖിലും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആൾ ഇങ്ങനെയുള്ളൊരു കൃത്യം ചെയ്തത്. അല്ലാതെ തനിക്കും ഭാവനക്കും ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള തരത്തിലാണ് ഈ ഒരു അജിത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നതും അതേപോലെ തന്നെ ഭാവനയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നതും. അതിനുശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബെയിലിനും കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 അജിത്തിനും അതേപോലെ തന്നെ ഭാവനക്കും ബെയിൽ ലഭിക്കുകയും ചെയ്തു. എന്നാൽ അഖിൽ ഇപ്പോഴും ജയിലിലാണ്. ഈ ഒരു കേസിൻ്റെ വിധിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കേസിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി അറിയാൻ സാധിക്കുള്ളൂ ഇവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.